ഹോട്ടലിൽ പോയിരുന്ന് കഴിച്ച് ഫുഡ് റിവ്യൂ ഒക്കെ ചെയ്യുന്ന കാലം തന്നെ മറന്ന് ഒരു രക്ഷയില്ല പുറത്തിറങ്ങാൻ. അതുകൊണ്ട് ഇന്ന് സ്വിഗ്ഗിയിലൊരു സംഭവം വരുത്തി. അതിൻ്റെ റിവ്യൂ ആണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. എന്തായാലും സംഭവം ഒന്ന് അൺബോക്സ് ചെയ്യാം. നമ്മളിന്ന് മേടിച്ചിരിക്കുന്നത് സ്പെഷ്യൽ വടാപ്പാവുകളാണ്. 3 ഡിഫറെൻറ്റ് വടാപ്പാവുകളാണ്. അത് മേടിച്ചിരിക്കുന്നത് ഇവിടെ ബിക്കാനീറുള്ള ഗോലി വടാപ്പാവ് എന്ന് പറഞ്ഞ ഷോപ്പിൽ നിന്നാണ്. അപ്പോൾ അവരുടെ വടാപ്പാവുകൾ വളരെയധികം പ്രശസ്തമാണ്. അപ്പോൾ അത് ഒന്ന് റിവ്യൂ ചെയ്ത് കളയാമെന്ന് വിചാരിച്ചു. ഈ ഗോലി വടാപ്പാവ് എന്ന് പറഞ്ഞ ഷോപ്പിൽ നിന്നാണ് ഞാനത് മേടിച്ചിരിക്കുന്നത്. പണ്ട് ട്രെയിനിൽ പോകുമ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് ഈ വടാപ്പാവ് എന്ന് പറഞ്ഞ സാധനം കഴിക്കുന്നത്. അതിനുശേഷം പിന്നെ ബോംബെയിൽ ഞാൻ വർക്ക് ചെയ്യുന്ന സമയത്ത് ധാരാളം വടാപ്പാവ് കഴിച്ചിരുന്നു. പിന്നെ ഇപ്പോഴാണ് ഞാൻ കഴിക്കാൻ പോകുന്നത്. ധാരാളം കെച്ചപ്പ് പാക്കറ്റുകളും ഉണ്ട്. ഇതാണ് പ്രധാനമായിട്ടും ഈ ഒരു പാക്കറ്റിലുള്ളത്. ഏകദേശം 1-2 വർഷത്തിന് ശേഷമാണ് ഈ വടാപ്പാവ് എന്ന് പറയുന്ന സാധനം ഞാൻ കഴിക്കാൻ പോകുന്നത്. ഇവർക്ക് ഈ ഗോലി വടാപ്പാവ് 20 സംസ്ഥാനങ്ങളിൽ അവർക്ക് ഷോപ്പുകളുണ്ട്. എൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെ ഉണ്ട്. പക്ഷേ അതിപ്പം തുറക്കുന്നില്ല. ഇതിപ്പം കുറച്ച് ദൂരെ നിന്നാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ചൂടാണ് സംഭവം, നല്ല ചൂടാണ്. അപ്പോൾ ഇവരുടെ വടാപ്പാവ് എങ്ങനെ ഉണ്ട്, ഞാൻ ആദ്യമായിട്ടാണ് ഇവരുടെ വടാപ്പാവ് കഴിക്കുന്നത്. അപ്പോൾ അതെങ്ങനെ ഉണ്ടെന്നൊന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ഇതാണ് നമ്മുടെ വടാപ്പാവുകൾ. ഇത് ഷെസ്വാൻ വടാപ്പാവാണ്. ഷെസ്വാൻ സോസൊക്കെ ഉണ്ട് അതിനകത്ത്. എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം. പിന്നെ വരുമ്പോൾ ഇതാണ് മഹാരാജ വടാപ്പാവ്. അകത്ത് ഫുള്ള് ചീസാണ്. വരുന്നില്ല പുറത്തേക്ക്, ചീസാണ്. ഇതാണ് പനീർ വടാപ്പാവ്. ഇതിൻ്റെ ഉള്ളിലെ വട പനീർ വെച്ചുണ്ടാക്കിയിരിക്കുന്നതാണ്. നമ്മൾ ഈ ബർഗറിൻ്റെ പാറ്റി പോലെ തന്നെയാണ് ഇവിടെ ഈ പറഞ്ഞ വട ഉള്ളിൽ വെച്ച് ഉള്ള ഒരു കൺസെപ്റ്റ്. എന്തുകൊണ്ട് നമുക്ക് ഈ വടാപ്പാവിനെ നമുക്ക് ഇന്ത്യൻ ബർഗർ എന്ന് തന്നെ വിളിക്കാം. കാരണം നമ്മുടെ ബ്രെഡ്, ഇന്ത്യൻ ബ്രെഡും ഉള്ളിൽ വടയും വെച്ചിട്ടുള്ള ഈ സംഭവത്തെ നമുക്ക് ഇന്ത്യൻ ബർഗർ എന്ന് തന്നെ വിളിക്കാം. നമുക്കിനി ഈ വടാപ്പാവുകളൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഞാൻ ആദ്യം ഷെസ്വാൻ വടാപ്പാവ് എടുക്കാം. നമ്മൾ തുറന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിന് ഉള്ളിലൊരു വടയുണ്ട്. പാവ് നല്ല സോഫ്റ്റാണ്. ഇത് ഹോട്ടുമാണ്. ഇപ്പം ഉള്ളിൽ എന്തോ സോസോ ചട്നിയോ എന്താണ്ടൊക്കെ ഒഴിച്ചിട്ടുണ്ട്. ഈ വടാപ്പാവിൻ്റെ ചട്നി തന്നെ ആയിരിക്കണം. ഞാനിത് ടേസ്റ്റ് ഒന്ന് നോക്കാം. ഷെസ്വാൻ സോസിൻ്റെ ആ മണമാണ്, ആ ഒരു ടേസ്റ്റാണ് വരുന്നത്. ഉള്ളിൽ ഉരുളക്കിഴങ്ങാണ് കൂടുതലും. നല്ല സ്പൈസിയാണ് സംഭവം. ഷെസ്വാൻ സോസിൻ്റെ ആ ഒരു ടേസ്റ്റ് വരുന്നുണ്ട്. സംഭവം എന്തായാലും കൊള്ളാം. ബാക്കി കൂടെ ഞാൻ ടേസ്റ്റ് ചെയ്തിട്ട് പറയാം ഏതാണ് എനിക്കിഷ്ടപ്പെട്ട വടാപ്പാവ്. ഈസി മഹാരാജ വടാപ്പാവ് എടുക്കാം. ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. എൻ്റയർലി ഡിഫറെൻറ്റ് ടേസ്റ്റാണ്. ഷെസ്വാനേക്കാളും എനിക്ക് കൂടുതൽ ഇഷ്ടമായത് ചീസിയാണ്. ഇതാണ് അതിൻ്റെ ഉൾഭാഗം. ഇത് സ്പൈസിയാണ്. ഷെസ്വാൻ കുറച്ച് കൂടുതൽ സ്പൈസി ആയിരുന്നു. ഇത് അത്ര സ്പൈസി അല്ല. അതുകൊണ്ട് തന്നെ ഉള്ളിലെ വട നല്ല ക്രിസ്പിയാണ്. അതുകൊണ്ട് തന്നെ ടേസ്റ്റ് കൂടുതലുണ്ട്. മഹാരാജ വടാപ്പാവിന് നല്ല ടേസ്റ്റ് ഉണ്ട്. എന്താണ് അതിൻ്റെ ഫില്ലിംഗ് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. നമ്മൾ ഷെസ്വാനിൽ കണ്ടത് ഫുൾ പൊട്ടറ്റോ ആയിരുന്നു അതിന് വടയുടെ ഫില്ലിങ്. ഇതെന്താണ് അതിൻ്റെ ഫില്ലിംഗ് എന്ന് എനിക്ക് പറയാൻ പറ്റുന്നില്ല.
നോക്കിയിട്ടൊന്നും എനിക്ക് പറയാൻ പറ്റുന്നില്ല. നമുക്ക് മൂന്നാമത്തെ വടാപ്പാവ് നോക്കാം. നമ്മുടെ പനീർ വടാപ്പാവാണ്. ഉള്ളിൽ പനീർ കാണാം, വടക്കുള്ളിൽ പനീർ കാണാം. ഈ വട ഉണ്ടാക്കിയിരിക്കുന്ന പനീർ വെച്ചാണ്. ഇത് കുറച്ച് കോസ്റ്റ്ലിയാണ്. ബാക്കി എല്ലാവരും 50 റേഞ്ചാണ്, ഇത് 90 റേഞ്ചാണ്. 90 റേഞ്ചിന് ഉള്ളത് എനിക്ക് തോന്നുന്നില്ല ഇതിനകത്തുണ്ടെന്ന്. എനിക്കിതിൽ ഇഷ്ടപ്പെട്ടത് മഹാരാജ വടാപ്പാവ് എന്ന് പറഞ്ഞ് രണ്ടാമത് നമ്മളെടുത്ത വടാപ്പാവ് ഉണ്ടല്ലോ, ഇത് നല്ല ടേസ്റ്റിയാണ്, നല്ല ക്രിസ്പിയാണ്, നല്ല സാധനമാണ് മഹാരാജ വടാപ്പാവ്. എന്തായാലും സംഭവം ഇടുക്കിയിട്ടുണ്ട്. ഗോലി വടാപ്പാവിൻ്റെ വടാപ്പാവുകളെല്ലാം നല്ല ടേസ്റ്റിയാണ്. നമ്മുടെ പൈസയ്ക്ക് വെർത്താണ്, ഉറപ്പാണ്. ഞാൻ ഈ സോസ് അധികം കൂട്ടാറില്ല, അതുകൊണ്ട് കൂട്ടി കഴിക്കാറില്ല, അതുകൊണ്ടാണ് ഞാൻ അതെടുക്കാറ്. 3 വടാപ്പാവും നല്ലതാണ്. പിന്നെ ഓരോരുത്തരുടെ ടേസ്റ്റാണല്ലോ, അതുകൊണ്ട് തന്നെ എനിക്കിതിൽ മഹാരാജ വടാപ്പാവും അതുപോലെ തന്നെ ഈ പറഞ്ഞ പനീർ വടാപ്പാവും ഇഷ്ടപ്പെട്ടു. ഷെസ്വാൻ വടാപ്പാവ് അത്രത്തോളം സ്പൈസി എനിക്കത്ര ഇഷ്ടമല്ല, അതുകൊണ്ടായിരിക്കണം എനിക്കത് ഇഷ്ടപ്പെടാതെ. അപ്പോൾ വളരെ നല്ല ഒരു 4 out of 5 മാർക്ക് തന്നെ ഈ ഒരു ഗോലി വടാപ്പാവ് ഞാൻ കൊടുക്കുന്നുണ്ട്. ഇനി കൂടുതൽ ഇവരുടെ ഐറ്റംസൊക്കെ ഞാൻ എൻ്റെ വീഡിയോയിൽ കാണിക്കാം. അതിൻ്റെയൊക്കെ റിവ്യൂസൊക്കെ ഞാൻ ഇടാം താമസിയാതെ തന്നെ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് മറക്കല്ലേ. കൂടുതൽ ഫുഡ് റിവ്യൂസുമായിട്ട് ധാരാളം പ്ലാൻസ് നമ്മുടെ കയ്യിലുണ്ട്. കൂടുതൽ ഫുഡ് റിവ്യൂസുമായിട്ട് ഞാൻ വരുന്നുണ്ട്. നമ്മുടെ ഈ ലോക്ക്ഡൗൺ പീരീഡ് ആയതുകൊണ്ട് ഇങ്ങനെയൊക്കെയുള്ള വീഡിയോകളെ നമുക്ക് ചെയ്യാൻ പറ്റൂ. നമ്മൾ താമസിയാതെ തന്നെ പുറത്തേക്ക് ഇറങ്ങി ട്രാവൽ വീഡിയോസ് ചെയ്യാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ വീഡിയോ കണ്ടതിന് നന്ദി. താങ്ക് യു.